ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേതൃത്വത്തിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവന ചിന്തയ്ക്കായി ഒരു അവസരം കൂടെ ലഭിച്ചതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വെളിപ്പാട് പുസ്തകം 3-21 വാക്യം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-21 വാക്യം. ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. വെളിപ്പാട് പുസ്തകത്തിലെ 7 ദൂതിൽ അവസാനത്തെ സഭയായ ലവോദിക്ക സഭയോട് പറഞ്ഞ ഒരു വാചകമാണ് നാം വായിച്ചത്. 7 ദൂതിലും ജയിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ജയിക്കുന്നവന് 7-ാമത്തേലും പറയുന്നത് ജയിക്കുന്നവന് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. എന്നിട്ടൊരു വാക്ക് കൂട്ടിച്ചേർത്തു, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. മറ്റു സഭകളോടെല്ലാം ജയിക്കുന്നത് കിട്ടുമെന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം കൂട്ടിച്ചേർത്ത്, അതുപോലെ ഏതുപോലെ ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആരാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത്? ജയിക്കുന്നവൻ. നാം എല്ലാവരും പോവും, കുഴപ്പമില്ല. പക്ഷെ കർത്താവ് പറയുന്നു, ജയിക്കുന്നവൻ മാത്രം എവിടെയെങ്കിലും ഈ വിക്ടറി സ്റ്റാൻഡിൽ അല്ലെങ്കിൽ മത്സരം കഴിഞ്ഞ് അത്ലറ്റിക്സിലോ ഗെയിംസിലോ മത്സരം കഴിഞ്ഞ് തോറ്റവരെ ചിലപ്പോ 1, 2, 3 സംഭവിച്ചു. അത് കഴിഞ്ഞ് തോറ്റവരെ ജയിച്ചവരെ പോലും തോറ്റവരെ പോലും 1ാം സമ്മാനത്തിൽ നിർത്തി ജയിച്ചവർക്ക് മാത്രമേ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവകാശമുള്ളൂ. ഏതുപോലെ ഞാനും ജയിച്ചു എൻ്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യം. അപ്പോൾ മൂപ്പന്മാരിലൊരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് 9-ാം വാക്യം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അർഹപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ചില വാക്യങ്ങളുണ്ട്, എല്ലാം വായിക്കുന്നില്ല. 5-ാം അധ്യായം വായിച്ചാൽ നമുക്ക് മുഴുവൻ ചിത്രവും കിട്ടുമല്ലോ. ഇവിടെ ജയം പ്രാപിച്ച കുഞ്ഞാടിനെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അവൻ ജയിച്ചതുകൊണ്ടാണ് പിതാവിനോടുകൂടെ സിംഹാസനത്തിൽ ഇരുന്നത്. ആരെങ്കിലും ചോദ്യം വരുന്നത്, അവൻ ആരെങ്കിലും സഹായത്തോടെയാണോ ജയിച്ചത്? താൻ സകലത്തെയും ജയിച്ചു. ജയിക്കാനാണ് ഇറങ്ങി വന്നത്. താൻ ജയിച്ചു, കാരണം താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണല്ലോ. പാപമില്ലാത്ത ലോകത്തിൽ ജീവിച്ചു. പാപജനത്തിന്റെ സാഹചര്യത്തിൽ വന്ന് പാപമില്ലാത്തതായ ലോകത്തിൽ ജീവിച്ച് പാപമില്ലാത്തതിന്റെ ഫലമായി ലോകത്തെ ജയിച്ച് പിശാചിനെ ജയിച്ച് മരണത്തിനെതിരായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അവൻ ജയിച്ചു. അല്ലെങ്കിൽ ആത്യന്തികമായി അവൻ ജയം പ്രാപിച്ചു. സിംഹാസനത്തിൽ ഇരുന്നു, പുസ്തകം വാങ്ങി, അതിന്റെ മുദ്ര പൊട്ടിക്കാൻ യോഗ്യനായി തീർന്നു. അവൻ ജയിച്ചതുകൊണ്ടാണ്
അവനെ കുറിച്ച് പറഞ്ഞു, അവനാണ് നമ്മുടെ രക്ഷാനായകൻ. അല്ലെങ്കിൽ 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാൽ നമുക്കിത് കാണാം. ആ ജയിച്ച കർത്താവാണ് നമ്മുടെ രക്ഷാനായകൻ. ആ കഷ്ടാനുഭവങ്ങളാൽ തന്നെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന പിതാവിന് യുക്തമായി. അതുകൊണ്ട് ഇതുപറ്റി കഷ്ടങ്ങൾ കൂടെ താൻ കടന്നുപോയി, അവയെ സഹിച്ചു, അവയെ ജയിച്ചു, തികഞ്ഞവനായി. തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി. ചുരുക്കത്തിൽ നമ്മുടെ കർത്താവ് സർവത്തെയും ജയിച്ചു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിലുണ്ടല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം മേടിപ്പിച്ച് ക്രൂശിൽ അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യപോലമാക്കിയ കർത്താവ് സർവത്തെയും ജയിച്ചു. മറ്റൊരു മനുഷ്യന്റെ സഹായത്താലുമല്ല. ആ കർത്താവ് ജയിക്കുക, സർവത്തെയും ജയിക്കുക, പിതാവിന്റെ സിംഹാസനത്തിലിരുന്നു. അവൻ തോറ്റിരുന്നെങ്കിൽ അവിടെ ഇരിക്കാനൊന്നും യോഗ്യത ഉണ്ടാകത്തില്ലായിരുന്നു. എന്നിട്ടാണ് പറഞ്ഞത്, ജയിക്കുന്നവൻ എന്നോട് കൂടെ എല്ലാ സിംഹാസനത്തിൽ ഇരിക്കും. അപ്പോൾ നമുക്കും ഒരു ഉത്തരവാദിത്വം തരുന്നു, നാമും ജയിക്കണം. നമുക്ക് കഴിയുമോ? മനുഷ്യസാധ്യമല്ല. കർത്താവ് പോയി അതേ പാതയാണ് നമുക്കുള്ളത്. മനുഷ്യസാധ്യമല്ല. പിന്നെ എങ്ങനെ സാധിക്കും? മനുഷ്യസാധ്യമല്ലാത്ത ഒരു കാര്യത്തിന് പിന്നെ എങ്ങനെ സാധിക്കും? അവിടെയാണ് നമുക്ക് വേണ്ട എല്ലാ സഹായവും കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എല്ലാ സഹായവും നമുക്ക് ഒരു മാതൃക വെച്ചു, ഒരു പാറ്റേൺ നമ്മുടെ മുൻപിൽ വെച്ചു, അതിനെ പോകുക. സകല സഹായങ്ങളും നമുക്ക് താൻ വാഗ്ദാനം ചെയ്തു. നമുക്ക് ആയുധവർഗം തന്നു, ശക്തി വാഗ്ദാനം ചെയ്തു. 6-ാം അധ്യായം വായിച്ചാൽ വ്യക്തമായി കാണാം. നമുക്ക് പോരാട്ടം ഉണ്ടെന്നും അവിടെ ആയുധം ധരിക്കണമെന്നും ദുർദിവസത്തിൽ എതിർത്തും ഉറച്ചു നിൽക്കണമെന്നും കർത്താവിനും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണമെന്നും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ദൈവം നാം പോരിൽ നാം ജയിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വാഗ്ദാനം ചെയ്തെങ്കിൽ അവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവൻ വിശ്വസ്തനാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്ത് വേണം? വല്ല പറയാനുണ്ടോ? അതൊന്നും സാധ്യമല്ല, അതൊന്നും നടക്കുകയില്ല. എല്ലാവർക്കും കർത്താവിനെ പോലെ ആകാൻ ഒക്കുവോ? എല്ലാവർക്കും അതുപോലെ പെരുമാറാൻ ഒക്കും എന്നൊക്കെ ന്യായങ്ങൾ ധാരാളം നമ്മൾ പറയാറുണ്ട്. ഇതൊരു വളരെ വിശാലമായ വിഷയമാണെങ്കിലും ഞാൻ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കർത്താവായ ജയിച്ചിട്ട് എന്നോട് പറയുന്നു, നീ ജയിക്കണം, എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കണം. ഞാൻ ജയിക്കണമെങ്കിൽ എനിക്ക് വേണ്ടതല്ല, നിനക്ക് ജയിക്കണോ? നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ആ പാത പിന്തുടർന്നാ മതി. ആ പാത പിന്തുടർന്ന് എന്റെ പിന്നാലെ വന്ന് ഞാൻ പോയതുപോലെ പോയി കഴിഞ്ഞാൽ നിനക്കും ജയിക്കാം. മാത്രമല്ല, നിനക്ക് വേണ്ട ആയുധവർഗം ഈ പുറക്കളത്തിൽ യുദ്ധത്തിന് നിനക്ക് വേണ്ട ആയുധവർഗം ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, നിനക്ക് ശക്തി വേണോ? നിനക്ക് ശക്തിയില്ലെന്നറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നമുക്ക് ശക്തിയില്ല, പക്ഷേ നിനക്ക് വേണ്ട ശക്തി ഞാൻ തരാം. കാരണം എന്റെ ശക്തി കുറഞ്ഞു പോകുന്നതല്ല, എന്റെ ശക്തി അല്പമല്ല. സകല അന്ധകാര ശക്തികളെയും ജയിപ്പാൻ പര്യാപ്തമായ ശക്തി എന്റെ പക്കലുണ്ട്. നീ അത് പ്രാപിച്ചാൽ മതി, അതിന് ശക്തിപ്പെട്ടാൽ മതി. അപ്പോ എന്റെ ശക്തിയും എന്റെ ആലോചനയും എന്റെ ആയുധവർഗവും നിനക്ക് തരാം. നീ ജയിച്ചാൽ മതി, ജയിച്ചാൽ മതി. എന്നാലും നമുക്ക് എഴുതിയില്ല, ജയിക്കാത്ത സിംഹാസനത്തിൽ ഇരിക്കാമെന്ന യേശു ക്രിസ്തു വാഗ്ദത്തം ചെയ്തിട്ടില്ല. എന്തിനൊക്കെയാണ് നാം ജയിക്കേണ്ടത്?
അപ്പം ന്യായമായ ചോദ്യമല്ലേ, എന്തൊക്കെയാ ജയിക്കണ്ടേ? കുറേയേറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, പിശാചിനെയും അവന്റെ തന്ത്രങ്ങളിൽ, പിശാചിനെയും അവന്റെ തന്ത്രങ്ങളിൽ. 1 8-9 നടമ്പതായപ്പിൻ ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സുമന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. ഒത്തിരി വാക്യങ്ങളുണ്ട്, എല്ലാം വായിക്കുന്നില്ല. അവനോട് എതിർത്ത് നിൽപ്പീൻ. യാക്കോബ് ഇതിനെ പറഞ്ഞു, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ സാത്താനോട് നമുക്ക് എതിർത്ത് പോരാടണം. മാത്രമല്ല എഫേസ്യരിലെ 6-ാം അധ്യായത്തിൽ വ്യക്തമായി പറഞ്ഞ് നമുക്ക് പോരാട്ടമുള്ളത്, എഫേസ്യരിലെ 6-ാം അധ്യായം 1-ാം വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തമുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വഭാവങ്ങളെ ദുഷ്ടാത്മ സേനയോടും അത്രേ. സാത്താനോട് സകല ആധിപത്യത്തോടും നമുക്ക് പോരാട്ടമുണ്ട്. അവന്റെ സാത്താന്യ സേനയോട് പോരാട്ടമുണ്ട്. പക്ഷേ അതിന് ജയിപ്പാൻ ആയുധവർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ ബലത്തിൽ യുദ്ധം ചെയ്താൽ അവനെ തോൽപ്പിക്കാം. എബ്രായലേഖനം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രകാരം കാണാം, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് അവരോട് പറയുന്നു. അപ്പോൾ പാപത്തോട് പോരാട്ടമുണ്ട്, പാപത്തിന് വഴിയും കൊടുക്കുകയില്ല. കൈനോട് ദൈവം പറഞ്ഞല്ലോ, പാപം വാതിലുകൾ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം. പാപം നമ്മെ കീഴടക്കുകയല്ല, പാപം നിങ്ങളുടെ മറ്റേ ശരീരങ്ങളിൽ അതിന്റെ മോഹങ്ങളെ നിവർത്തിക്കുമാറ് ഇനി വാഴരുത് എന്ന് വേറെ വാർത്ത കാണാമല്ലോ. അപ്പോൾ പാപത്തോട് വിശ്വാസിക്ക് പോരാട്ടമുണ്ട്. പാപത്തുള്ള പോരാട്ടത്തിൽ പാപത്തെ ജയിച്ചില്ലായെങ്കിൽ കർത്താവിനോട് കൂടെ അവന്റെ സുവാസത്തിൽ ഇരിക്കുവാൻ സാധ്യമല്ല. ഇന്ന് പാപമല്ലോ, എല്ലാം ബലഹീനതയാണല്ലേ. നിങ്ങൾ എത്ര വെള്ളം കോരി എത്ര വെള്ളം ഒഴിച്ച് അതിനെ മല്ലപ്പെടുത്താൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ മനസ്സിന് മാറ്റമില്ല. പാപം പാപം തന്നെയാണ്. അതിനോട് പോരാടിയേ പറ്റൊരു വിശ്വാസി അവന്റെ സിംഹാസനത്തിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസി പാപത്തോട് പോരാടിയേ പറ്റുകയുള്ളൂ. മാത്രമല്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിടുക, 3 യോഹന്നാൻ 5:4 ലോകത്തെ ജയിച്ച ദൈവമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് കാണാമല്ലോ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ദൈവമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ പാപത്തോട് മാത്രമല്ല, സാത്താനോട് മാത്രമല്ല, സാത്താന്റെ സേനയോട് മാത്രമല്ല, പാപത്തോട് മാത്രമല്ല, ലോകത്തോട് നമുക്ക് പോരാട്ടമുണ്ട്. ഇന്ന് ലോകത്തിന് തോളി കൈയിട്ട് നല്ല ചങ്ങാതിമാരായി അതിന് കീഴ്പ്പെട്ട് ദൈവത്തോട് ശത്രുവായി ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ആത്മീയ ലോകം എന്ന് പറയുന്നവർക്ക് അവന്റെ സിംഹാസനത്തിൽ അവനോട് തിരിക്കാൻ സാധ്യമല്ല. യാക്കോബ് ചോദിച്ചല്ലോ, വ്യഭിചാരിണികളായാലൊരു ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമെന്ന് അറിയുന്നില്ലയോ? ലോകത്തിന് സ്നേഹിതൻ ആകുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ശത്രുവാകുന്നു. അപ്പോ ലോകത്തെ ജയിക്കാത്തത്തോളം കാലം അവനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ജയിക്കുവാൻ സാധ്യമല്ല. മാത്രമല്ല, യോഹന്നാൻ സുവിശേഷത്തിൽ ഇങ്ങനെ കാണാം, ഞാൻ പറഞ്ഞതാണ്, എന്നാൽ വായിക്കും, നിങ്ങൾക്ക് എന്നിൽ സമാധാനം, 16-ാം അധ്യായം 33-ാം വാക്യം, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതേ ലോകത്തിൽ ആണ്, ലോകത്തെ കർത്താവ് ജയിച്ചു. നമുക്ക് ഈ ലോകത്തിലുണ്ട് കഷ്ടമുണ്ട്. എന്നാൽ കഷ്ടം വരുമെന്ന് പറയുന്നത് അവിശ്വാസമാണെന്നും ശാപമാണെന്നും വിശ്വാസിക്ക് ഒരു കഷ്ടതയും വരത്തില്ലെന്നും പൂർണ്ണമായി
എല്ലാത്തിനും മേലങ്ങ് ജയം കിട്ടിക്കഴിഞ്ഞുവെന്നും ആണെന്നും പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും കർത്താവ് പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് രക്ഷമുണ്ട്. മാത്രമല്ല തീമോഥെയോസിനോട് പറയുമ്പോൾ പൗലോസ് പറഞ്ഞു ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും, കഷ്ടതയുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിലും ഇതേ കാര്യം കാണാമല്ലോ. കഷ്ടതയും സിദ്ധതയും പ്രത്യാശയും ഉളവാക്കുന്നു. കഷ്ടതയുണ്ട്, അതിനെ ജയിക്കണം, അതിന് വഴിയും കൊടുക്കുകയില്ല. നാം വായിച്ച പത്രോസിന്റെ വാക്യത്തിലും ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആപക കഷ്ടപ്പാടുകൾ തന്നെ പെരുകി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി എന്നോട് എതിർത്ത് നിൽപ്പേ. അപ്പോൾ കഷ്ടതയുണ്ട്, കഷ്ടങ്ങളെ ജയിക്കണം. കർത്താവ് കഷ്ടങ്ങളാലാണ് അനുസരണം പഠിച്ചത്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചത് കഴിഞ്ഞവനായി. കഷ്ടത റോമാലേഖനം 8-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. നാം അവനോടുകൂടെ തിരസ്കരിക്കപ്പെടണമെങ്കിൽ എന്ത് വേണമെന്ന്. ഇന്നത് കേൾക്കുന്നതിന് പലർക്കും അലർജി ആയിരിക്കുന്ന കാലമാണ്. 8-ാം അധ്യായം റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തിരസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. എന്റെ വാക്കല്ല, വേദോസോദരനോ. ഇന്നേക്ക് 4000 വർഷം മുൻപ് പൗലോസ് റോമിലെ സഭയ്ക്ക് എഴുതുക, കഷ്ടമുണ്ട്, അവനോട് തിരസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കഷ്ടം അനുഭവിച്ചാൽ. അപ്പോൾ ജീവിതത്തിൽ കഷ്ടത വരുത്തി വെക്കുകയല്ല, കഷ്ടമുണ്ടാകും. ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിച്ചാൽ കഷ്ടമുണ്ടാകും. മാത്രമല്ല 1 Corinthians 9-ാം അധ്യായം വെച്ച് നോക്കിയാൽ നാം ഒരു ഓട്ടക്കളത്തിലാണ്. ജീവിതം ഒരു ഓട്ടമത്സരമാണ്. ഇപ്പോൾ പ്രാപിപ്പാനും ഒരു ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുന്നു എങ്കിലും ഓരോരുത്തരെ വിധ പ്രാപിക്കുന്നത് നിങ്ങളും പ്രാപിപ്പാൻ തക്കണം ഓടുവിൻ എന്ന് കാണാം. ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ അല്പം നാളുകൾ മുൻപ് ചെയ്തതാണ്. ഓട്ടക്കളത്തിലാണ് നാം. ഫിലിപ്പിയർ 3:14 പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവെളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് തന്നെയാണ്. നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. തീമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് പറഞ്ഞല്ലോ, ഓട്ടം തികച്ചു. അപ്പോ ഈ ഓട്ടത്തിലും ഓട്ടം ജയിക്കണം. വിട്ടുകളയുകയോ വഴിയിൽ വീഴുകയോ ലക്ഷ്യം തെറ്റുകയോ ചെയ്താൽ പോയി. മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അത് 2 മിനിറ്റ് കൊണ്ടോ 3 മിനിറ്റ് കൊണ്ടോ വിരിക്കാവുന്നതോ അല്ല. നല്ല പറഞ്ഞു കൊടുക്കുകയാണ്. നാം ഒരു പോർക്കളത്തിലാണ്. ക്രിസ്തീയ ജീവിതം ഓട്ടക്കളം മാത്രമല്ല, ക്രിസ്തീയ ജീവിതം ഒരു പോർക്കളമാണ്. 2 തിമോഥെയോസ് 4:7 മാത്രം വായിച്ചാൽ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നല്ല പോർ പൊരുതു, വഴങ്ങി കൊടുക്കുകയല്ല, എതിർത്ത് നിന്ന്. പത്രോസ് പറഞ്ഞ വാക്ക് വീണ്ടും പറഞ്ഞ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നൽകി. യാക്കോബ് പറഞ്ഞു എതിർത്ത് നൽകി. എന്തിന്? പോരാട്ടത്തിന്റെ മധ്യേ എതിർത്ത് നൽകുക. ആദ്യം കാണുന്ന ഉദ്യോഗസ്ഥത്തിൽ ഉറച്ചേക്കണം, എതിർത്ത് നൽകണം. ഒരു വലിയ പോരാട്ടത്തിലാണ്. പൗലോസ് ഇങ്ങനെ പറയുന്നു, വിശ്വാസം കാത്തു. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അമൂല്യമായ ഒരു വസ്തുവാണ് യേശുവിലെ നിസ്തുലമായ വിശ്വാസം. ഒരിക്കല് സന്ദർഭവശാൽ പറയട്ടെ, അത് ഈ ബന്ധത്തിലല്ലെങ്കിലും വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അതൊന്നും വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവാത്മാവ് എന്നോട് വ്യക്തിപരമായി ഇടപെട്ടിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം?
നിനക്ക് ഈ വിശ്വാസം കിട്ടിയത് ലോകത്തുള്ള പണം മുഴുവൻ കൊടുത്തിട്ടാണോ? എങ്ങനെയാണ് ഇത് കിട്ടിയത്? നമ്മൾ കർത്താവേ അവിടുന്ന് വന്നു. അടുത്ത വേറെ ചിത്രം കൂടെ ചൂണ്ടിന്. ഈ വിശ്വാസം പോയാൽ നിനക്ക് സകല ധനം കൊടുത്താലും വാങ്ങുവാൻ സാധിക്കുമോ? ഇല്ല കർത്താവ്, ഇല്ല കർത്താവിനോ. അടുത്തൊരു ചോദ്യം ചോദിച്ചു, നിനക്ക് എന്ത് വേണം? നിനക്ക് പണം വേണോ, വിശ്വാസം വേണോ? ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് നിന്നുള്ള വിശ്വാസം അതുണ്ടെങ്കിൽ എല്ലാം ഉണ്ടാകും. അവസാനമായി പറയണം, ഞാൻ വിശ്വാസം കാത്തു. എത്ര പ്രായം, കാരണം നല്ല ഇത്രയും നാള് ഞാൻ വിശ്വാസത്തിന്റെ പോർക്കളത്തില തീവ്രമുണ്ട്. അവൻ പറഞ്ഞെന്താ? വിശ്വാസത്തിന്റെ നല്ല പോർവെത്തുക, ക്രിസ്തുവിന്റെ നല്ല പഠനായി. അപ്പോ അമൂല്യമായിട്ട് കർത്തവ്യം ഏൽപ്പിച്ചിരിക്കെ അതിനെ കാത്ത്, അതിൽ നിലനിന്ന് അതിനെ കാത്ത് ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും എതിർത്ത് യുദ്ധം ജയിക്കുക. അപ്പോ ഇങ്ങനെ മറ്റനേക വിഷയങ്ങൾ ആ ബന്ധത്തിൽ പറയാനുണ്ട്. ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല, ഒന്നും വിവരിക്കുന്നില്ല. നല്ലപോലെ പൊരുത ജയിക്കുന്നവൻ മാത്രമേ കർത്താവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയുള്ളൂ. ഒന്നുകൂടെ അവൻ പറയട്ടെ, നമ്മെ തന്നെ, നമ്മുടെ ഏറ്റവും വലിയ എന്റെ ഏറ്റവും വലിയ ശത്രു ഞാൻ നമ്മുടെ സ്വയത്തെ ജയിച്ച് 2 വൃദ്ധർ 10-ാം തീയതി പോലീസ് പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ പോന്റെ ആയുധങ്ങൾ ജലീയങ്ങളല്ല, കോട്ടകളെ എരിപ്പാൻ ദൈവത്തിന് ശക്തിയുള്ളത് തന്നെ. അവയാൽ ഞങ്ങൾ കർത്താവിന്റെ പരിജ്ഞാനത്തിന് വിധമായി പൊങ്ങുന്ന എല്ലാ വീഴ്ചയും പിടിച്ച ഏത് വിചാരത്തെയും ക്രിസ്തുവിനാൽ അനുസരണത്തിനായിക്കൊണ്ട് പിടിച്ചടക്കി. അപ്പോ നാം നമ്മെ തന്നെ സമ്പൂർണമായി കർത്താവിന്റെ കാര്യങ്ങൾ സമർപ്പിച്ചാൽ അവന്റെ ആത്മാവിന് വിധേയരാകുമ്പോൾ നമ്മളെ സ്വയത്തെ നമ്മെ ജയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. സാത്താനെ മാത്രമല്ല, പാപത്തെ മാത്രമല്ല, ലോകത്തെ മാത്രമല്ല, കർഷകരെ മാത്രമല്ല, ഓട്ടം ജയിക്കുന്ന മാത്രമല്ല, ഈ പോർക്കളത്തിൽ ജയമെടുക്കുന്ന മാത്രമല്ല, നല്ല പോലെ വിശ്വാസം അവസാന നിമിഷം വരെ വിശ്വാസം വിട്ടുകളയാതെ അത് ഇടയ്ക്ക് ഓർപ്പിച്ചോടെ. 1 തീമോഥെയോസ് 6-ാം പറഞ്ഞല്ലോ, ചിലർ ഇത് കാണിച്ച എന്താ ദൈവാഗ്രഹം സകല ദോഷത്തിനും മൂലം ചിലർ ഇത് കാണിച്ച വിശ്വാസം വിട്ടൊഴുന്ന ബഹുദുഃഖങ്ങൾ കഥയുണ്ടായി എന്നല്ലേ കാണുന്നേ. വിശ്വാസമൊന്നും പ്രശ്നമല്ല, കാജുപോട്ടെ ഏത് വഴിപ്പെടാൻ എന്തിന് വിശ്വാസം വിട്ടൊഴുന്നു. അപ്പോൾ വിശ്വാസം കാത്ത് ഈ വിലയേറിയ വിശ്വാസം 10 ദിവസം പോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത് വിശ്വാസം കാത്ത്. അതിന് നല്ലപോലെ വരുത് നമ്മെ തിരികെ ജയിച്ച് നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളെ, അഹത്തെ, ഭാവത്തെ, പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ ജയിച്ച് ദൈവത്തിനായി നാം തീരുമ്പോൾ തീർച്ചയായിട്ടും നാം ജയിക്കുന്നവരുടെ കൂട്ടത്തില്ല. അങ്ങനെ വരുമ്പോൾ പത്രോസ് വേറെ രീതിയിലാണ് പറഞ്ഞത്. പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ താൻ പറഞ്ഞത് വിശ്വാസത്തോട് വിലയൊക്കെ കൂട്ടി കൊണ്ടുപോകാൻ പറഞ്ഞിട്ട്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും എതിരിപ്പോകാതെ നമ്മുടെ കർത്താവിന്റെ നിത്യരാജ്യത്തിലുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുമെന്ന് പത്രോസ് പറഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ ക്രിസ്തീയ ജീവിതം ശരിയായി കാത്ത് ശരിയായ നിലയിൽ പൗലോസ് പറഞ്ഞ പോലെ വിശ്വാസം നല്ല ഓർവതി ഓട്ടം തികച്ചു, എന്റെ ഓട്ടം തെറ്റിയില്ല. ഫിലിപ്പിയർക്ക് എഴുതിയപ്പോ ലാക്കിലേക്ക് ഓടുന്നാ പറഞ്ഞേ. എന്നാൽ തീമോഥെയോസിനോട് പറഞ്ഞു, തീമോഥെയോസേ ഞാൻ ഓട്ടം തികച്ചിരിക്കുന്നു, ഞാൻ സമ്മാനമായി ഞാൻ ഒരുങ്ങിയിരിക്കുക. അവരുടെ വിശ്വാസം കാത്തു.
കർത്താവ് അമൂല്യമായത്. ലോകത്തിലൊന്നുമില്ലെങ്കിലും ക്രിസ്തുയേശുവിന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഭാഗ്യവാൻ. ഒരു ദൈവവരത് വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാവരും ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, പ്രകൃതി ശക്തികൾ മുഴുവൻ എതിരായാലും കർത്താവ് സ്ഥിരമായ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, ആശ്രയിക്കുന്നെങ്കിൽ ഒരു ശക്തിക്കും അങ്ങനെ ദൈവത്തെ തകർക്കുവാൻ സാധ്യമല്ല. അതല്ല പറഞ്ഞ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. അപ്പോൾ വിശ്വാസവും കാത്ത് സ്വയത്തെയും ജയിച്ച് കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ ആ പ്രാഗൽഭ്യത്തോടെ പോയാൽ തീർച്ചയായിട്ടും അവൻ വരുന്ന നാളിൽ അവൻ ഇരിക്കുന്നിടത്ത് എന്നെയും ഇരുത്തും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നമുക്കൊന്ന് വിലയിരുത്തി നമുക്കൊന്ന് വിലയിരുത്താം. എത്ര നാൾ വിടണമെന്ന് അറിയത്തില്ല, എന്ന് പോകുമെന്ന് അറിയത്തില്ല. എന്നാൽ നാം ജയിക്കുന്നവരുടെ കൂട്ടത്തിലോ അതോ തോറ്റ് തുന്നം പാടിയവരുടെ കൂട്ടത്തിലോ ദൈവത്തിന്റെ വെളിച്ചത്തിൽ നമ്മെ നോക്കാം. ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കും, ഞാനും ജയിച്ച് എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇന്നതുപോലെ തന്നെ. ആ വാക്ക് തന്നെ, ഇതുപോലെ ഞാനും ജയിച്ചതുപോലെ. അവൻ ജയിച്ചതും നാം ജയിച്ചതും ജയിക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുള്ളത്, അവൻ സ്വയമായി ജയിച്ചു. അവൻ പാപമില്ലാത്തവനായതുകൊണ്ട് അവൻ ജയിച്ചു. നാം പാപികളായിരുന്നു. നമ്മുടെ പാപത്തിന് വേണ്ടി കർത്താവ് മരിച്ചത്. ആ പാപത്തിൽ നമ്മെ അത് വിശ്വസിക്കുകയാൽ വിടുതൽ പ്രാപിച്ച് അതിന്റെ അധികാരത്തിൽ നിന്ന് നാം വിമോചനം പ്രാപിച്ച് കർത്താവിന് സമർപ്പിക്കുക. ആത്മാവിന്റെ സകല ആയുധങ്ങളും തന്റെ അത്യന്ത ശക്തിയും നമുക്ക് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. നാം അവയാൽ കർത്താവിനും അവന്റെ അമിത ബലത്തിനും ശക്തിപ്പെട്ട് സർവ്വായുധം എടുത്ത് ആത്മീയ പുറക്കത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഒരു ശത്രുവിനും നമ്മെ തകർക്കുവാൻ സാധ്യതയില്ല. അപ്പോൾ വെളിപ്പാട് 3-21 വാക്യത്തിൽ നാം വായിച്ച വിഷയത്തിൽ നാം ഈ വിധം ജയിക്കുമ്പോൾ എന്ന സ്വർഗവും പറയും, നമ്മുടെ കർത്താവും പറയും. നാളെ എത്ര ഉണ്ടെന്ന് അറിയത്തില്ല. വെറും മാധ്യമ വഴിയിൽ കാര്യമില്ല. ഈ കർത്താവ് പ്രവർത്തിയാണ് നോക്കുന്നേ. ജീവിതമാണ് നോക്കുന്നത്. അവൻ അഗ്നിവാളിക്കുന്ന കണ്ണുകൾ നോക്കുമ്പോൾ, ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ സത്യത്തിന്റെ സഭയെ നോക്കിയിട്ടുണ്ട്. അപ്പോഴാ പറഞ്ഞത്, നിന്റെ പ്രവൃത്തി എല്ലാ സഭയെ പൂർണ്ണതകളായി കണ്ടില്ല. ലവോദിക്ക സമയം തടയുക. എന്നാൽ അവസാനം പറഞ്ഞതാണ്, ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കും, ഞാനും ജയിച്ചു എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇന്നതുപോലെ. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് സ്വയമായി ജയിക്കാൻ സാധ്യമല്ല. നമുക്ക് സ്വയമായി നേട്ടം ഉണ്ടാക്കാൻ സാധ്യമല്ല. ആത്മീയ മണ്ഡലത്തിൽ നമുക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ നമ്മെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ, സമ്പൂർണ്ണമായ അന്വേഷണത്തിന് വിധേയപ്പെടുമ്പോൾ, അവന്റെ ശക്തിയാൽ നമ്മെ നിറച്ച് അവന്റെ സർവ്വായുധവർഗം നമുക്ക് തന്ന് അവന്റെ ബലത്തോട് അവൻ നമ്മെ നടത്തും. തീർച്ചയായിട്ടും നാം പാപത്തെ ജയിക്കും, ലോകത്തെ ജയിക്കും, സാത്താനം ജയിക്കും. അവൻ നമ്മായിട്ട് ഓടിപ്പോവും. എന്ത് കഷ്ടത വന്നാലും കർത്താവ് ദൈവശക്തിയാൽ നമ്മെ ജയിക്കും. നാം സ്വയത്തെ ജയിക്കും, നമ്മെ തന്നെ നാം ജയിക്കും. ജയിച്ചവരാണ് ജയിച്ചവൻ വന്ന് നിൽക്കുന്നത് തലകുനിച്ചല്ലോ. ഒരിടത്തും ജയിച്ചവൻ വന്ന് നിൽക്കുന്നത് തലകുനിച്ചല്ല, തല ഉയർത്തിപ്പിടിച്ചു. അതേപോലെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന്റെ ജയവീരന്മാരായി മുന്നോട്ട് പോവാൻ ദൈവമായ കർത്താവ് നമുക്ക് ഇടയാക്കട്ടെ. ആ നിലയ്ക്ക് നമ്മുടെ ജീവിതം നോക്കാം. നാം ജയിച്ചവരുടെ കൂട്ടത്തിലോ പരാജിതരുടെ കൂട്ടത്തിലോ നമുക്ക് ദൈവത്തിന് പഠിച്ചത് സ്വയം വിലയിരുത്തി അല്പസമയം എടുത്ത് സ്വയം ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് തന്നെ കാണാം. ജയാളികളുടെ കൂട്ടത്തിലോ അതോ പരാജിതരുടെ കൂട്ടത്തിലോ. ഒരിക്കലും പരാജിതരുടെ കൂട്ടത്തിൽ കൂടി ആ നിലയ്ക്ക് കിടന്ന് വിലപിക്കാതെ യേശുവിനോടുകൂടെ ജയഘോഷം മുഴക്കി അവന്റെ സിംഹാസനത്തിൽ അവനോടുകൂടി ഇരിക്കുന്ന നാളിനായി അത് നോക്കി പാർത്ത് നമ്മുടെ ലക്ഷ്യം മുഴുവൻ അത് മാത്രമായി മുന്നോട്ട് പോവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മെ ഒരുക്കട്ടെ. അതിനുള്ള ബലം നമുക്ക് നൽകട്ടെ. കൃപയിൽ നമ്മെ ഉറപ്പിക്കട്ടെ. വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തട്ടെ. സർവാധികം അണിഞ്ഞവരായി ക്രിസ്തുവിന്റെ ഭടന്മാരായി
നമുക്ക് മുന്നോട്ട് നീങ്ങാം. ആയുധവർഗത്തിൽ ഏതെങ്കിലും ഒന്ന് കുറച്ചാൽ സർവായുധവർഗമാകത്തിലൊന്നും വിധിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. നമ്മെ തന്നെ ജയിപ്പാൻ, സകലത്തെയും ജയിപ്പാൻ, ജയിച്ചവനോടുകൂടെ അവന്റെ സുവാസത്തിൽ ഇരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി എന്റെ കരങ്ങൾ നമ്മെ ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളെ എങ്ങനെ സ്തുതിക്കണം. അതാ വീണ്ടും ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സുവാസത്തിൽ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സുവാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞവനെ കർത്താവെ, ഞങ്ങൾ ജയിച്ചവരെ, തോറ്റവരായിട്ടല്ല, ജയിച്ചവരായി എല്ലാ രംഗത്തും ജയാളികളായി തീരുവാൻ ദൈവകൃപ തരണമേ. ഒരുക്കിയിരിക്കുന്ന ആത്മാവിന്റെ ആദ്യവർഗങ്ങൾ ഉപയോഗിച്ച് അന്ധകാര ശക്തിയെ ജയിച്ച് നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാത്തെയും ജയിച്ച് അതാ പാഴുത്തോടെ നിങ്ങളുടെ സ്ഥലം നിൽക്കുവാൻ, അങ്ങിരിക്കുന്നിടത്ത് ഇരിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. അതിനെ കേൾക്കുന്ന എല്ലാവരോടും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായി മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.